ഓം ഗുങ്കുരുഭ്യോ നമ. ഗംഗണപതേ നമ. ആധാരശക്തേ നമ. മൂലപ്രകൃതേ നമ. ആദികൂർമായ നമ. അനന്തായ നമ. പൃഥ്വ്യേ നമ. പംപത്മായ നമ. ഓം ഹ്രീം ഗം സർവശക്തികമലാസനായ നമ. ഓം വിഘ്നേശം സബരസഥാഷപടികദന്തോല്ലസല്ലടുക് ദോർക്കിപാശശ്രണിസദന്ത വരദ ഡർവാജദർഭീരിതം ശുണ്ഡാഗ്രാഹിത ബീജപുരമുരുകുക്ഷിം തൃഷ്ണം സംസ്മരേത് സിന്ദൂരാഭമിഭാസ്യം ഇന്ദുശകലാദ്യകൽപ്പാമഭ്യാസനം. ഓം വിഘ്നേശ്വരായ നമ. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് 2026 തിരുവോണ നക്ഷത്രത്തിൻ്റെ പൊതുഫലത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് വെച്ചാൽ 2026 തിരുവോണ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി, വിദ്യാഭ്യാസം, തൊഴിൽപരമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, വിവാഹം, അതുപോലെ തന്നെ ജോലി, ഇത്തരത്തിലുള്ള പ്രധാന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നാളും സ്ഥലവും ജനനത്തീയതിയും കമൻറ്റ് ചെയ്താൽ തീർച്ചയായും നിങ്ങളെ കൂടെ ഞങ്ങളുടെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും ആത്മാവിൻ്റെ പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. തിരുവോണം നക്ഷത്രം ഒരു ദേവഗണ നക്ഷത്രമാണ്. നക്ഷത്ര ദേവത മഹാവിഷ്ണുവാണ്. നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം പറയുകയാണെങ്കിൽ അത് ജ്ഞാനത്തിൻ്റെയും ശ്രവണത്തിൻ്റെയും പഠനത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒരു സ്വഭാവമാണ് എടുത്തു കാണിക്കുന്നത്. ജീവിത ദിശയിൽ ഉയർച്ചയുണ്ടാകും, അംഗീകാരം വർദ്ധിക്കും, സ്ഥിരതയുണ്ടാകും എന്നുള്ളതൊക്കെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ശ്രവണം എന്നത് കേൾക്കൽ, പഠിക്കൽ, ഉൾക്കൊള്ളൽ എന്നൊക്കെ അർത്ഥത്തിലാണ്. തിരുവോണ നക്ഷത്രക്കാർ അറിവിലൂടെ ഉയരുന്നവരാണ്. 2026 ഗ്രഹസ്ഥിതികളുടെ പൊതുസൂചന പറയാം. വ്യാഴത്തിൻ്റെ സ്ഥാനം കൊണ്ട് 2026 തിരുവോണ നക്ഷത്രക്കാർക്ക് ഗുരുകൃപ ശക്തമായി പ്രവർത്തിക്കുന്നൊരു വർഷമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയുണ്ടാകും. സർക്കാരിൻ്റെയും അതുപോലെ നിയമപരമായ മേഖലകളിലുമൊക്കെ തന്നെ നിങ്ങൾക്ക് വലിയ പുരോഗതി കാണുന്നുണ്ട്. ധനപരമായ കാര്യങ്ങൾ വലിയ വർധനമുണ്ടാകാനുള്ള സാധ്യതയും പുരോഗതിയും കാണുന്നുണ്ട്. വീട് അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ രണ്ടും കൂടി വാങ്ങാനോ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ആത്മീയമായ രംഗത്ത് വലിയ വളർച്ചകളും നിങ്ങൾക്ക് കാണാനാവുന്നതാണ്. വ്യാഴഗ്രഹത്തിൻ്റെ ദൃഢമായ പ്രവർത്തനം നടക്കുന്നതിനാൽ അധ്വാനം നിങ്ങൾക്ക് ഫലമായി തന്നെ കൃത്യമായി ലഭിക്കുമെന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശനിയുടെ സ്ഥാനം കൊണ്ട് പറയുകയാണെങ്കിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് പരീക്ഷയും അനുഗ്രഹവും ഒരുമിച്ചുള്ള ഒരു സമയമാണെന്ന് പറയാം. ഉത്തരവാദിത്ത ബോധങ്ങൾ വർദ്ധിക്കും. മടിയില്ലാതെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ദീർഘകാല നേട്ടം എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉറപ്പുവരുത്താനും കഴിയും. 2026 ശനിയുടെ ഗതി എന്ന് പറയുന്നത് നീതിയുടെ വഴിയിലൂടെ നിങ്ങളെ നയിക്കുമെന്നുള്ളതാണ്. തിരുവോണ നക്ഷത്രക്കാരുടെ 2026 ഫലങ്ങളിൽ കുടുംബപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ കാണുന്നത് ഇതാണ്. കുടുംബത്തിൽ എപ്പോഴും സ്ഥിരതയുള്ള സമയമാണ്. വാക്ക് തർക്കങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായ നേതൃത്വം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അവസ്ഥയും കാണുന്നുണ്ട്. വീട്ടിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന നിലയിലേക്ക് നിങ്ങളുടെ സ്ഥാനം ഉയരും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മാതാപിതാക്കളുമായി നല്ല ബന്ധം നിലനിർത്താനായാൽ കുടുംബത്തിൽ സൗഖ്യമുറപ്പാണ് എന്നുള്ള കാര്യം എടുത്തു പറയാം. കുടുംബത്തിൽ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ തന്നെ ഉയർച്ചയുണ്ടാകും. സ്ഥിരമായ വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പഴയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വീട്, ഭൂമി, വാഹനം ഇവയൊക്കെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നൊരു സമയമാണ് 2026. 2026 പകുതി കഴിഞ്ഞാൽ തീർച്ചയായും ധനകാര്യ കാര്യങ്ങളിലൊക്കെ വലിയ ആശ്വാസകരമായ വാർത്തകൾ കേൾക്കും. അനാവശ്യ വായ്പകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. ഒരിക്കലും ജാമ്യം നിൽക്കരുത്. വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹം തന്നെ 2026 അനുകൂലമായി തീരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ആ വിവാഹം നടക്കാനുള്ള സാഹചര്യവും പെട്ടെന്നുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. നല്ല കുടുംബ ബന്ധമുള്ള ആലോചനകളായിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരുക. ചെറുതായ താമസം എന്തെങ്കിലും ഉണ്ടെങ്കിലും വിവാഹം നടക്കുമെന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നക്ഷത്രത്തിൻ്റെ സ്വഭാവം മൂലം വൈകിയ വിവാഹമായിരിക്കും നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നത്. സ്ഥിരതയുള്ള ദാമ്പത്യമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക.
ഭാര്യാഭർത്തൃബന്ധം പരസ്പരം ബഹുമാനത്തോടെ കൂടി മുന്നോട്ട് പോകുന്നതും ജീവിത പുരോഗതി വരുത്തുന്നതുമായിരിക്കും. സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു മാനസിക ഐക്യവും തീരുമാനങ്ങളിലെ ഐക്യവും ഉണ്ടാകുമെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒരുമിച്ച് യാത്രയും തീർത്ഥാടനങ്ങളുമൊക്കെ പോകാനുള്ള യോഗം കാണുന്നുണ്ട്. അഹങ്കാരവും മൗനവും ഒഴിവാക്കേണ്ടതാണ്. ബന്ധം കൂടുതൽ ശക്തമാകാൻ ഇതൊക്കെ അത്യാവശ്യമായി വരുന്നുണ്ട്. സന്താനഭാഗ്യം ശക്തമായിട്ട് തന്നെ ഉണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും. മക്കൾ വഴി നിങ്ങൾക്ക് നേട്ടവും അഭിമാനവും ഉണ്ടാകുന്ന സമയമാണ്. സന്താനപ്രാപ്തിയിൽ തടസ്സമുള്ളവർക്ക് 2026-27 കാലഘട്ടം നല്ല സമയമാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഉയർന്ന പഠനം നടത്താനുള്ള അവസരം ഈ 2026-27 കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും. നിയമം, അതുപോലെ അക്കൗണ്ടൻറ്റ്, അധ്യാപനം, ഗവേഷണം എന്നീ മേഖലകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷകളിലൊക്കെ തന്നെ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ് കാണുന്നത്. തിരുവോണ നക്ഷത്രക്കാർ തീർച്ചയായും വായനയിലൂടെയും പറഞ്ഞറിവ് കേട്ടുമൊക്കെ തന്നെ ഉയർച്ച പ്രാപിക്കുന്ന ഒരു നക്ഷത്രമാണ് എന്ന് പറയേണ്ടി വരും. സമൂഹത്തിൻ്റെ വാക്കിന് വലിയ വില കൽപ്പിക്കുന്നയാളാണോ? നിങ്ങളുടെ വാക്കിനും സമൂഹം വലിയ വില കൽപ്പിക്കും. നിങ്ങൾക്ക് തീർച്ചയായും സമൂഹത്തിൽ ഒരു ഉപദേശകൻ്റെ സ്ഥാനമായിരിക്കും ഉണ്ടാവുക. ആത്മീയ സേവന മേഖലകൾ നിങ്ങൾക്ക് ബഹുമാനം സിദ്ധിക്കുമെന്നും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തേടുന്ന കാലം ആണ് വരാൻ പോകുന്നത്. രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ഒക്കെ തന്നെ ഇത് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എടുത്തു പറയുന്നു. സ്ഥാനമാനങ്ങളിൽ വർധനമുണ്ടാകും. സംഘടനയിൽ ഉത്തരവാദിത്തം ലഭിക്കും. ശക്തമായ പ്രവർത്തന ശൈലി നിങ്ങൾക്കുണ്ടാകും. വലിയ നേട്ടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് സാധ്യതയുണ്ട്. ജോലിയുള്ളവരാണെങ്കിൽ പ്രൊമോഷനുള്ള സാധ്യതയുണ്ട്. സ്ഥലമാറ്റം ഉണ്ടായാൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന കാര്യമാണ് എന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും അപേക്ഷകളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നീണ്ടു നിൽക്കുന്ന കേസുകളാണെങ്കിൽ തീർച്ചയായും അതിനൊക്കെ പരിഹാരം ഉണ്ടാകാനുള്ള സമയമാണ്. അനുകൂലമായ വിധിയോ അതുപോലെ തന്നെ ഒത്തുതീർപ്പോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രേഖകളൊക്കെ നിങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നതായി തീരും. 2026 വിജയത്തിൻ്റെ വർഷമെന്നേ പറയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ പോലീസ്, സുരക്ഷാ മേഖല, ഡിഫൻസ് ഇവയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഉയർച്ചയുണ്ടാകും. അധികമായ അധികാരം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നും കാണുന്നുണ്ട്. കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായും അംഗീകരിക്കപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. 2026 തിരുവോണ നക്ഷത്രക്കാരുടെ പുരോഗതി പരിശോധിക്കുകയാണെങ്കിൽ ജീവിത ദിശയിൽ വലിയ പുരോഗതി വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കും. ദീർഘകാല നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പതുക്കെ പതുക്കെ പക്ഷേ ഉയർച്ച അത് നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അത് ഈ സമയത്ത് തന്നെ നടക്കുകയും ചെയ്യും. മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാകും. അവരുടെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധ വേണം. കുടുംബപരമായ ഐക്യം എന്നും ഉണ്ടാകും. മാതാപിതാക്കളുടെ വാക്കുകൾ പാലിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെയായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുക. ഗുരുസ്ഥാനീയരുടെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും. ഉപദേശം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ആത്മീയത വഴികാട്ടാൻ തുടങ്ങും. പിതൃക്കളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവരുടെ കൃപ ലഭിക്കുന്നുണ്ട്. പിതൃകർമ്മങ്ങൾ ഫലപ്രദമായി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അമാവാസി, ശ്രാദ്ധം, ബലിതർപ്പണമൊക്കെ തന്നെ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. 2026 നാഗദൈവങ്ങൾക്ക് നിങ്ങൾ വഴിപാടുകൾ ചെയ്യുകയും നാഗക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്യണം. നാഗദോഷ ശമനം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നാഗപൂജ ചെയ്യണം. നാഗപ്രതിഷ്ഠ നടത്തണം. അതുപോലെ തന്നെ കുടുംബ തടസ്സങ്ങൾ നീങ്ങാൻ ഇവയൊക്കെ തന്നെ അനുഗുണമായി തീരുമെന്നാണ് കാണുന്നത്. ത്രൈമാസ ഫലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 2026 ജനുവരി മുതൽ മാർച്ച് വരെ തിരുവോണ നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിക്കുകയാണെങ്കിൽ ധനം, ജോലി, വിവാഹയോഗം എന്നിവ ഒരു മികച്ച കാലഘട്ടത്തിലാണ് എന്ന് പറയും. രണ്ടാം ത്രൈമാസം പരിശോധിക്കുകയാണെങ്കിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെ ധനപരമായിട്ടും ജോലിയിലും വിവാഹയോഗത്തിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ കുടുംബത്ത് ഐക്യമുണ്ടാകും, സൗഖ്യവും ഉണ്ടാകും. അതുപോലെ തന്നെ കുട്ടികളുടെ നേട്ടം ഇവയൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 2026 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ വർഷഫല സാക്ഷാത്കാരം നിങ്ങൾക്ക് ലഭിക്കും. സമ്പൂർണ്ണമായൊരു വിജയത്തിൻ്റെ കാലഘട്ടമാണിത്.
പ്രധാനമായും പറയേണ്ട പരിഹാരങ്ങളൊക്കെ താഴെ നിർദ്ദേശിക്കാം. വ്യാഴാഴ്ചകളിൽ നിങ്ങൾ തീർച്ചയായും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യേണ്ടതായിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ എള്ളുദീപം ശാസ്താക്ഷേത്രത്തിൽ നടത്തുന്നത് ഉചിതമായിരിക്കും. എല്ലാ ദിവസവും ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കും. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് സഹായം ചെയ്തു കൊടുക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരതയുടെ വർഷമാണ്. ധാർമ്മിക വിജയം നേടും. കുടുംബം, ധനം, ജോലി, ബഹുമാനം എല്ലാം അനുകൂലമാണ്. നന്ദി, നമസ്കാരം.